തൃശ്ശൂർ പൂരത്തിൻ്റെ രണ്ടാം ദിവസമായിട്ടുള്ള പകൽപൂരത്തിൻ്റെ മേളമൊക്കെ കഴിഞ്ഞത് പാറമേക്കാവ് ഭഗവതി ഉപചാരം ചൊല്ലാൻ വേണ്ടി വന്ന് നിൽക്കട്ടെ നമ്മുടെ വട്ടക്കുന്നാഥൻ്റെ മുമ്പിൽ. അപ്പോൾ നമ്മുടെ തിരുവമ്പാടി ഭഗവതിയുടെ മേളം കഴിഞ്ഞിട്ടില്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാറമേക്കാവ് ഭഗവതി ഇപ്പോൾ നടുവിലാലുള്ള ഗണപതി കോവിലിൽ പോയിട്ട് തൊഴാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരുവമ്പാടി ഭഗവതി വരും. തിരുവമ്പാടി ഭഗവതി വന്നതിന് ശേഷം വടക്കുന്നാഥനെ വണങ്ങിയതിന് ശേഷമാണ് ഉപചാരം ചൊല്ലൽ നടക്കട്ടോ. ഇപ്പോൾ രണ്ടുപേര് രണ്ട് വഴിക്ക് പോയിട്ട് വണങ്ങാനായിട്ട് പോകുമ്പോൾ അപ്പോൾ തിരുവമ്പാടി ഭഗവതി വന്നു. തിരുവമ്പാടി ഭഗവതി വന്നിട്ട് വടക്കുന്നാഥൻ്റെ ഉള്ളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അതിന് ശേഷം രണ്ടുപേരും ഉപചാരം ചൊല്ലാനായിട്ട് പുറത്തേക്ക് ഇറങ്ങും. തിരുവമ്പാടി ഭഗവതി വടക്കുന്നാഥനെ പോയി വണങ്ങിയതിന് ശേഷം പുറത്തേക്ക് എഴുന്നള്ളുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരനടയുടെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഭഗവതി അവിടെ നിൽക്കുന്നുണ്ട്. പാർവകവൻ്റെ രണ്ടുപേരും നിരക്കൂട്ടപ്പോൾ നിരന്നതിന് ശേഷം ഉപചാരം ചൊല്ലൽ, അതായത് ഒരു വർഷത്തെ കാത്തിരിപ്പ്. അടുത്ത കൊല്ലം ഇതേ നാളിൽ വന്ന് കാണാമെന്നുള്ളത് പറഞ്ഞിട്ട് പിരിയാണ് ചെയ്യുക. അതാണ് ചടങ്ങ്. അതിനുശേഷം നമ്മുടെ മഠത്തിൽ പോയിട്ട് ഭഗവതിമാരും പോയിട്ട് മഠത്തിൽ പോയിട്ട് ഒരു മുങ്ങിക്കുളി ഉണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പ്രവേശനമൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ ഈ ഉപചാരം ചൊല്ലണ കാണാനായിട്ട് മെയിനിൽ നിൽക്കണം കേട്ടോ. തിരുവമ്പാടി ഭഗവതി നമ്മുടെ പൂരനായകൻ നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ ശിരസിലേറിട്ടാണ്ട് വന്നോണേ. അതുപോലെ തന്നെ നമ്മുടെ പാറമേക്കാവ് ഭഗവതി ഇന്നലെ രാത്രി വരെ, അത് തെക്കോട്ടർക്കത്തിന് വരെ തൃക്കടവൂർ ശിവരാജുവിൻ്റെ ശിരസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എറണാകുളം ശിവകുമാറിൻ്റെ ശിരസിലേറിട്ടാണ് കേട്ടോ വന്നോക്കണേ. ഈ ഒരു ഉപചാരം ചൊല്ലലാണ് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള മെയിൻ റീസണുകളൊന്ന്. അടുത്ത കൊല്ലം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പിരിയുന്ന ഭഗവതിമാർ. ഇതൊരു വല്ലാത്തൊരു ഫീൽ തന്നെ തൃശ്ശൂർക്കാർക്ക് എന്ന് പറയുമ്പോട്ടാ. അങ്ങനെ ഉപചാരം ചൊല്ലി പിരിഞ്ഞുകൊണ്ട് രണ്ട് ഭഗവതിമാർ ഇപ്പോൾ മഠത്തിൽ പോയിട്ടൊരു മുങ്ങിക്കുളി ഉണ്ട്. അപ്പോൾ അതിനുശേഷം പൂരവസാനമായിട്ട് ഇന്ന് വൈകുന്നേരം കുടികുത്ത് പൂരം കൂടി ഉണ്ടാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പാറമേക്കാവിൻ്റെ ഭാഗത്തുനിന്നുള്ള കതിനെ വെട്ടിക്കെട്ട് കേട്ടോ. നമുക്ക് പ്രാവശ്യം വെടിക്കെട്ടില്ലാത്ത കാരണോട്ട് കതിനെ വെട്ടിക്കെട്ടിൽ അവസാനിപ്പിച്ചു ചടങ്ങുകളല്ലാതും. അപ്പോൾ അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.